ഹണി ചില്ലി ലോട്ടസ് സ്റ്റെം, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിനായിട്ടുള്ള മെയിൻ ആളെ പരിചയപ്പെടാം. ഇതാണ് ലോട്ടസ് സ്റ്റെം കേട്ടോ. എന്നെപ്പോലെ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഇത് നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ്. നല്ല അത്യാവശ്യം നമ്മുടെ കരിമ്പിൻ്റെയൊക്കെ അതുപോലെ കട്ടിയുള്ള ഒരു സ്റ്റെമ്മാണെന്ന് പറയാം. അപ്പോൾ ഇത് നന്നായിട്ട് പീൽ ചെയ്തിട്ട് ഇത് വട്ടത്തിൽ നന്നായിട്ട് ചെറിയ കനം കുറച്ചിട്ട് തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് ഒരു കട്ടിംഗ് ബോട്ടിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു 3-4 തവണയെങ്കിലും നല്ല വെള്ളത്തിൽ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. കാരണം ഇത് ചെളിയിലൊക്കെ പൂണ്ട് കിടക്കുന്ന സംഭവമായതുകൊണ്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ചെളി കയറിയിരിക്കുന്നുണ്ടായിരിക്കും. ചെളിയിൽ താണിരുന്നാലും നൽകുന്ന ഹെൽത്ത് ബെനിഫിറ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. നല്ല രീതിക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ മെറ്റബോളിസം ഒക്കെ കറക്റ്റായിട്ട് നടക്കാനൊക്കെ ആയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വെജിറ്റബിളാണ് നമ്മുടെ ലോട്ടസ് സ്റ്റെം എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത് പീൽ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊടിയിലോട്ട് നമ്മുടെ ലോട്ടസ് സ്റ്റെം ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ നല്ല രീതിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ലോട്ടസ് സ്റ്റെം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഔട്ടർ സൈഡ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നുണ്ടാവുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മൈൽഡ് സ്വീറ്റ് ടേസ്റ്റുള്ള വെജിറ്റബിൾ ആണ് കേട്ടോ. അത് റോ ആയിട്ടും ഇത് കഴിക്കാൻ പറ്റുമെന്നാണ് കണ്ടത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. അപ്പോൾ നമ്മളിത് ഓരോ ബാച്ചായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് അതായത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ നാപ്കിനുകളിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു സോസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തിരിക്കുന്ന ഗാർലിക്കും ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സവാള, ഒരു പകുതി സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് 2 പച്ചമുളക് ഇതുപോലെ കീറിയതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മൾ വേറെ പൊടികളൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. അങ്ങനെ അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പും 1 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടെ തന്നെ ഒരു 2 ടീസ്പൂണോളം വിനീഗറും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോസ് തിക്കായിട്ട് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സോസ് നല്ല രീതിക്ക് തിക്കായിട്ട് വരുമ്പോൾ ഉപ്പും കൂടി ചെക്ക് ചെയ്യുക. ഉപ്പും കൂടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ലോട്ടസ് സ്റ്റെം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ഹണി ചില്ലി എന്നായതുകൊണ്ട് തന്നെ ഹണി നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഹണിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റായിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ എള്ളുണ്ടല്ലോ, വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർത്തിട്ട് നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അധികാരം ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റം തന്നെയാണെന്ന് തോന്നുന്നു ഇത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കഴിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിത് കിട്ടുവാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ചിപ്സൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന കണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.